പ്രതിപക്ഷ നേതാവ് ഈ സംശയമാണ് ഉയർത്തുന്നത്. ഇതൊരു തരം കാപട്യമാണ് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഭക്തി മാത്രമാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇത് സംഘപരിവാറിനുള്ള അവസരമൊരുക്കലാണ് എന്നുകൂടി കോൺഗ്രസ് പാളയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം അനുസരിച്ച് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പുനഃപരിശോധിക്കുന്നതിന് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ സർക്കാർ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്ന സാഹചര്യമുണ്ട്. ഈ സംഗമത്തിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി സർക്കാർ തലത്തിൽ നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നുണ്ടോ ശ്രീ ആർ വി ബാബു? ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോ വല്ലാത്തൊരു പ്രതിരോധത്തിലാണ്, ആശയക്കുഴപ്പത്തിലാണ്. പരിപാടിയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ പരിപാടി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആരംഭിച്ചത്, പക്ഷെ ആ ലക്ഷ്യം അവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടെ അതിനു മുൻപായിട്ട് ഈ കോൺഗ്രസിന്റെ നേതാവും CPM-ന്റെ നേതാവും ഒക്കെ പറഞ്ഞു, ഈ സംഘപരിവാർ ഇവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു, സംഘപരിവാറിന് പരവതാനി വിരിക്കുന്നു, സംഘപരിവാറിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നൊക്കെ. ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. അങ്ങനെ കരഞ്ഞു തീർക്കാനേ പറ്റുള്ളൂ. കാരണം കേരളത്തിൽ സംഘപരിവാറും സംഘപരിവാറിന്റെ ആശയവും ഒക്കെ ഇന്ന് സ്വാധീനം ഉറപ്പിച്ചത് ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല. കേരളത്തിൽ കഴിഞ്ഞ 10, 50, 60 വർഷമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ 80 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ച് നേടിയെടുത്ത സ്വാധീനമാണ്. അത് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള ഇരട്ടത്താപ്പുകളും വർഗീയ പ്രീണനങ്ങളും കേരളത്തിലെ ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ ഭൂരിപക്ഷ സമൂഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാറിന് കേരളത്തിൽ സ്വാധീനം കിട്ടിയത്. ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ഇവിടെ സംഘപരിവാറിന്റെ വർഗീയതയെ കുറിച്ചൊക്കെ വലിയ തോതിൽ ശബ്ദിക്കുന്ന ആളുകൾ ആരാണ്? അവർ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കൂടെ നിർത്തിക്കൊണ്ടാണ് സംഘപരിവാറിനെ ആക്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തനി തീവ്രവാദ വർഗീയ പ്രസ്ഥാനം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ തോളിൽ നിന്നുകൊണ്ടാണ് സംഘപരിവാറിനെ വർഗീയ പ്രസ്ഥാനമായിട്ടൊക്കെ പറയുന്നത്. അവര് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ വലിയ തോതിൽ വിമർശിക്കും. ആരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ നിന്നുകൊണ്ട് ആണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം വിഷയത്തിലേക്ക് ഊന്നിക്കൊണ്ട് പറയുന്ന പകരം സംഘപരിവാറിനെ 4 ചീത്ത പറഞ്ഞാൽ അതാണ് ചർച്ചയ്ക്ക് വേണ്ടത് എന്ന് ധരിച്ചുകൊണ്ട് ചർച്ചയിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിന് ചെറിയ മറുപടി ഒതുക്കിക്കൊണ്ടങ്ങ് പോവുകയാണ്. ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം ഈ അയ്യപ്പ സംഗമം കാപട്യമാണ് എന്ന് തുടക്കത്തിലേ പറഞ്ഞത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴാണ് പറഞ്ഞതെങ്കിൽ ഇത് പ്രഖ്യാപിച്ച കാലഘട്ടം മുതൽ ഇത് കാപട്യമാണ്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ച്ചാൽ മായുന്നതല്ല. അയ്യപ്പ വിശ്വാസ സംഘം അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം നടന്നു, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ, ഈ പുലി വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കാൻ സാധിക്കുക? ചെന്നായ നാളെ വന്നിട്ട് ഞാൻ ഇനി മുതൽ എന്റെ ഹിംസയൊക്കെ നിർത്തി ഞാൻ ഇനി അഹിംസാവാദിയാണ് എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധ്യമാണ്? അപ്പൊ ചെന്നായ അഹിംസാവാദിയാണ് എന്ന് പറയുന്ന പോലെയാണ് മാർക്സിസ്റ്റുകാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത്. കാരണം ഇതപര്യന്തമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഹൈന്ദവ വിശ്വാസങ്ങളെയും സാംസ്കാരിക മാനബിന്ദുക്കളെയും ഒക്കെ തികച്ചും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാളിതുവരെയുള്ള ചരിത്രം അതാണ്. ഞാൻ അതിനെ എണ്ണി എനിക്ക് പറയാൻ കഴിയും. ആ സമയം ഞാൻ ഇവിടെ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ കബളിപ്പിക്കാനാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇത് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു. ശരി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ കേരളത്തിൽ നൽകിയിട്ടുള്ള ഒരു വലിയ സൂചനയുണ്ട്. ആ സൂചന എന്താണ്? കേരളത്തിലെ ഹൈന്ദവ സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഹൈന്ദവ സമൂഹം നാളിതുവരെ പിന്തുണച്ചിരുന്ന ഇടത് വലത് പ്രസ്ഥാനങ്ങളെ മാറ്റി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോഴാണ് അവർക്ക്
അയ്യപ്പന്മാരോട് ഭക്തി, ക്രൂരമായി അയ്യപ്പന്മാരെ വേട്ടയാടിയ ചരിത്രമാണ് ഇവർക്ക്. അയ്യപ്പ വിശ്വാസത്തിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ നടത്തിയ സമരങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി, സ്ത്രീകളെയും കുട്ടികളെയും വരെ അറസ്റ്റ് ചെയ്ത്, തന്ത്രിയുടെ ഭാര്യയെ 85 വയസ്സുള്ള തന്ത്രിയുടെ ഭാര്യയെ വരെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി അയ്യപ്പന്മാരെ പീഡിപ്പിച്ച ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഭരണകൂടത്തിന് അയ്യപ്പ വിശ്വാസത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ആഭിമുഖ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്, അവിശ്വസനീയമാണ്. ശരി, പക്ഷേ ശ്രീ ആർ വി ബാബു, ഞാനിന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, താങ്കൾ ഈ പറയുന്നത് പോലെയെങ്കിൽ കേരളത്തിലെ മുഖ്യധാര സാമുദായിക സംഘടനകൾ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് പിന്തുണ അർപ്പിക്കേണ്ട പശ്ചാത്തലമല്ലല്ലോ ഉള്ളത്. പക്ഷേ അവിടെ നമുക്കറിയാമല്ലോ എത്രയോ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണല്ലോ. അല്ല, അത് ശബരിമല പ്രക്ഷോഭ കാലത്തും നവോത്ഥാന മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കി കുറെ ഹിന്ദു സംഘടനകൾ അതിനൊപ്പം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ ഹൈന്ദവ സംഘടനകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ഉണ്ട്, അവരത് എടുക്കുന്നു. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവരെല്ലാം ഒരു കാര്യത്തിൽ വളരെ ശക്തമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ NSS ആയാലും SNDP ആയാലും യുവതീ പ്രവേശന വിഷയത്തിൽ അവര് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ യുവതീ പ്രവേശനത്തിലെ SNDPയുടെയും NSSന്റെയും അഭിപ്രായത്തെ സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ, പിന്തുണയ്ക്കുന്നുണ്ടോ? അതേ അഭിപ്രായമാണ് തങ്ങൾക്ക് എന്ന് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതുവരെ? MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു ദിവസം പറയുന്നു ഇത് കഴിഞ്ഞ അധ്യായമാണെന്ന്, അടുത്ത ദിവസം പറയുന്നു ഇത് അടഞ്ഞ അധ്യായമല്ല എന്ന്. ഏതാണ് ശരി? ഇത് അടഞ്ഞ അധ്യായമല്ല എന്നുള്ളതാണോ ശരി, കഴിഞ്ഞ അധ്യായമാണ് എന്നുള്ളതാണോ ശരി? അപ്പോ കാപട്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര കാപട്യമാണ്. അത് ഹൈന്ദവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി സംഗമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നടത്തുമ്പോൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഇത് മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വികസന പദ്ധതികൾ ചർച്ച ചെയ്യുക എന്നുള്ള നിലയ്ക്കല്ല, അയ്യപ്പന്മാരെ തികച്ചും വിഭജിക്കുന്ന സമീപനമാണ്. അയ്യപ്പന്മാർക്ക് കൊടുക്കുന്ന പണത്തിന്റെ തോതനുസരിച്ച് അവർക്ക് ഡയമണ്ട് കാർഡ്, ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ്, ഇത് ശബരിമല സന്നിധാനത്തിന്റെ നാളിത് വരെ തുടർന്നു വന്ന പാരമ്പര്യത്തിന്റെയും അതിന്റെ പൈതൃകത്തെയും തരിപ്പണമാക്കുന്നതാണ്. ആ നിലപാടെടുക്കുകയാണ്. ശബരിമല അയ്യപ്പന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ ഇത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സുരേഷ്, നമ്മൾ ഈ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുതൽ ഇതിന്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നതാണ്. ഇപ്പോഴും ഈ ആർ വി ബാബു ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ആവർത്തിച്ചെടുക്കേണ്ടതായി വരുന്നത്. നിലവിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. അതേ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ആ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം, ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകരും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനവും ഒക്കെയായി നിരീക്ഷിക്കുമ്പോൾ വളരെ വ്യക്തമാണ് സർക്കാർ ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത്, സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡ് അതിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെയെങ്കിൽ സർക്കാർ നിലവിൽ നിലപാട് തിരുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായൊരു മറുപടിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായ ചില വിമർശനങ്ങളാണ് ആർ വി ബാബു ഇവിടെ ഈ പണത്തിൻ്റെ മൂല്യം വെച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരെ തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അയ്യപ്പ ഭക്തരോടുള്ള സമീപനം എന്താണ്? ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യം, അതായത് ഈ കേസിൽ തന്നെ ഭക്തരെ രണ്ടാക്കുന്നൊരു സാഹചര്യമാണോ ഉള്ളത്? അതായത് സർക്കാരിന് ഉചിതമെന്ന് തോന്നുന്ന കേസുകൾ പിൻവലിക്കുക, മറ്റേ കേസുകൾ അവിടെ നിലനിർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം, ഒരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലുടനീളം സർക്കാർ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് സംശയം. അല്ല, ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറയാം. അതിനു മുൻപ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും സംഘപരിവാർ സംഘടനകളുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. അതിലൊന്ന്, ഈ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ സംബന്ധിച്ചാണ് UDFൻ്റെ പ്രതിനിധി, അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചില കാര്യങ്ങൾ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ പറയുന്നത് ആധികാരികമല്ല, കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് KPCC ഓഫീസിലൊക്കെ പറയുന്ന മർമറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതെന്ന് പറയുകയാണ്. ആധികാരികമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സുഹൃത്തെ ഇത്തരം ഒരു വേദിയിൽ വന്നതെന്ന് പറയുന്നതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് പറയാൻ എന്ത്, ന്യൂനപക്ഷ വിരുദ്ധതയെക്കുറിച്ചോ വേട്ട
വേട്ടയെക്കുറിച്ചോ പറയാൻ കോൺഗ്രസ്സിന് എന്താണ് ആത്മാർത്ഥതയുള്ളത്? എന്ത് ധൈര്യത്താലാണ് കോൺഗ്രസ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ പറയുന്നത്? ഇന്ത്യയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തും 50-ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ആട്ടിപ്പായിച്ചുകൊണ്ട് അവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ ബുൾഡോസർ കയറ്റി ഇടിച്ച് നിരത്തി കണ്ണീർ കടലാക്കിയ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ഞാൻ ചർച്ചയുടെ ഗതി മാറിപ്പോകുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പത്നി തന്നെ നേരിട്ട് ആ ന്യൂനപക്ഷ വേട്ട കണ്ട് കണ്ണീരോടുകൂടിയാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിളിച്ചത്. ഈ കൂട്ടക്കൊല, ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുമെന്നു. അവരാണ് ഇന്നിപ്പോൾ ന്യൂനപക്ഷ സംരക്ഷകരായി ചമഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം ആങ്കർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ ശരിയായ നിലപാട് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ അദ്ദേഹം ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ്, ഈ ചർച്ച കഴിയുന്നതിന് മുൻപ് വ്യക്തമായി പറയാൻ അദ്ദേഹം